Hello everyone, welcome back to my new session. This is Sutharma. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പം ഞങ്ങൾ നമ്മളിന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ വേണ്ടി വന്നത് പഠനമെന്ന് പറയുന്നില്ല, ഇന്നൊരു ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉള്ളത്. എക്സാംസ് ഒക്കെ കഴിഞ്ഞു, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലെത്തിയപ്പോൾ എല്ലാവരുടെയും സംശയം, നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി അതിലെ ടീച്ചേഴ്സ് എക്സാമിന്റെ ഭാഗമായിട്ട് നടത്തിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻസിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നോ എന്നൊരു സംശയമായിരിക്കും ആദ്യം എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ഈ പബ്ലിക് എക്സാമിൽ, മെയിൻ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നും പൊതുവായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉത്തരങ്ങൾ എഴുതിയാൽ നമുക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും എന്ന ഒരു പോയിന്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ യെസ്, നമ്മൾ ഈ ഒരു സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ഇൻ ടു മൈ ന്യൂ ക്ലാസ്. വെൽക്കമിങ്. ഏത് പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇതാണ് എല്ലാവരുടെയും സംശയം. ആ സംശയമൊന്നും വേണ്ട, ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. യെസ്, ടോട്ടൽ നമുക്ക് 4 ബ്ലോക്കുകളായിട്ടായിരുന്നു അല്ലേ പഠിക്കാനുണ്ടായിരുന്നത്. ഓരോ ബ്ലോക്കിലും 2 യൂണിറ്റ് വീതം, അങ്ങനെ 8 യൂണിറ്റുകളാണ്. ഒരു ചെറിയ ഒരു പേപ്പറാണ്, അതായത് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിരുന്നു ഈ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നത്. എനിവേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. 4th ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എക്സാമിനേഷൻ, ഏപ്രിൽ 2025 ഫസ്റ്റ് സെമസ്റ്ററിലുള്ള സ്റ്റുഡൻസിനാണ് പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നൊരു പേപ്പർ പഠിക്കാനുള്ളത്. എനിവേ, അത് 2024 ജൂലൈ അഡ്മിഷനിലെ സ്റ്റുഡൻസിനാണ്. അങ്ങനെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 45 മാർക്ക് മാക്സിമം വേണ്ട ഈ ഒരു പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ സെക്ഷൻ A, B, C, D ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ളത്. കറക്റ്റ്? അപ്പൊ അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എഴുതാനുള്ളതും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു എന്ന് നോക്കാം. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. സെക്ഷൻ സിയും സെക്ഷൻ ഡിയുമാണ്, ആ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഇനി നമുക്ക് എന്തായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ്, അതിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഈ പബ്ലിക് എക്സാമിന്, സെമസ്റ്റർ എക്സാമിന് നിങ്ങൾക്ക് വന്നത് എന്ന് നോക്കാം. സോ വാട്ട് വി ഡിസ്കസ്ഡ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ട് പ്രോബബ്ലി നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ? വിച്ച് ഫോർട്ട് ഈസ് കോൾഡ് ടിപ്പു ഫോർട്ട്? ബ്രീഫ്ലി നറേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പാലക്കാട് ഫോർട്ട് ഇൻ ഹിസ്റ്ററി. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് Bhimbedka. Prepare a short note on Edakil Cave. Evaluate the historical destination in India and their importance. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നതിലുപരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന ഭാഗത്ത് നിന്നും ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ ചെയ്യാം. സോ ലെറ്റ്സ് ഡിസ്കസ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: Who was ruling Kanauj when Huyan Sang visited the place? അതായത് ഹുയാൻ സാങ് കനൗജ് സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു കനൗജ് ഭരിച്ചിരുന്നത്? അതിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിരുന്നത്. എന്താണ്? ഹർഷവർദ്ധനൻ. ആരാണ് കനൗജ് ഭരിച്ചിരുന്നത്? ഹർഷവർദ്ധനൻ. When the Chinese traveler Huyan Sang visited Kanauj around 344 അല്ലെ, 344 അല്ലെ 634 അങ്ങനെ വേണമെങ്കിൽ പറയാം. When the Chinese traveler Huyan Sang visited
Kannauj, around 634 CE, the city was ruled by ഹർഷവർദ്ധന. അപ്പോൾ ഹർഷവർദ്ധനായിരുന്നു ആ കാലഘട്ടത്തിൽ കന്നൗജ് സിറ്റി ഭരിച്ചിരുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഹർഷവർദ്ധനൻ എന്നാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, Who was the founder of Mauryan dynasty? മൗര്യൻ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരവും വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യൻ. യെസ്, സോ ദ ആൻസർ ഇസ് ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ ആയിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യണം. സോ വാട്ട് അബൌട്ട് ദ തേർഡ് ക്വസ്റ്റ്യൻ? Who wrote തഹ്കീഖ്-ഐ-ഹിന്ദ്? തഹ്കീഖ്-ഇ-ഹിന്ദ് അല്ലെങ്കിൽ ഐ-ഹിന്ദ് എന്നും പറയാം. ഇത് എഴുതിയത് ആരാണ്? അപ്പൊ ഇതൊരു ബുക്കാണ്, ഒരു പുസ്തകമാണ് എന്ന് മനസ്സിലാക്കി. ഇനി ഇത് എഴുതിയത് ആരാണെന്ന് നമുക്ക് നോക്കാം. തഹ്കീഖ്-ഐ-ഹിന്ദ് അല്ലെങ്കിൽ തഹ്കീഖ്-അൽ-ഹിന്ദ് എന്നും പറയുന്നുണ്ട്. കിതാബ് ഫി തഹ്കീഖ്-മാ-ഇൽ-ഹിന്ദ് എന്നും പറയുന്നുണ്ട്. ഇറ്റ് വാസ് റിട്ടൺ ബൈ അൽ-ബിറൂനി. തഹ്കീഖ്-ഇ-ഹിന്ദ് രചിച്ച വ്യക്തിയുടെ പേരാണ് അൽ-ബിറൂനി. അപ്പൊ അൽ-ബിറൂനി എന്ന ചോദ്യത്തിന്റെ അല്ലെങ്കിൽ അൽ-ബിറൂനി എന്ന ഉത്തരമാണ് ഈ ചോദ്യത്തിന് നിങ്ങൾ എഴുതിയതെങ്കിൽ അതിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടി. അടുത്ത ചോദ്യം എന്താ? ഹു വാസ് ഡിസ്കവേർഡ് ഭിംബേട്ക? ഭിംബേട്ക ആദ്യമായി കണ്ടെത്തിയത് ആരായിരുന്നു? സോ അതിന്റെ ഉത്തരം എന്താ? ഭിംബേട്ക എന്ന് പറയുന്നത് ഒരു റോക്ക് ഷെൽട്ടർ ആണ്. വിച്ച് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ വിഷ്ണു ശ്രീധർ വഖൻകർ ഇൻ 1957. 1957 വിഷ്ണു ശ്രീധർ വഖൻകർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഭിംബേട്ക എന്ന റോക്ക് ഷെൽട്ടർ കണ്ടുപിടിച്ചത്. അങ്ങനെ ആ ചോദ്യത്തിന്റെ ഉത്തരവുമായി. അടുത്ത ചോദ്യം, ഹു ഇൻവെന്റഡ് തബല? തബല കണ്ടുപിടിച്ചത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, കാരണം ഈ വ്യക്തിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുത്തിരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമീർ ഖുസ്രു ആണ് തബല ഇൻവെന്റ് ചെയ്തത്, കണ്ടുപിടിച്ചത് അമീർ ഖുസ്രു ആയിരുന്നു. ഇനി അടുത്ത ചോദ്യം, ഹു അറ്റാക്ഡ് ദ ചേരമാൻ മോസ്ക്? ചേരമാൻ പള്ളി ആക്രമിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ദ ചേരമാൻ ജമാ മോസ്ക് ലൊക്കേറ്റഡ് ഇൻ കൊടുങ്ങല്ലൂർ, കേരള. കേരളത്തിലെ കൊടുങ്ങല്ലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് അറ്റാക്ഡ് ആൻഡ് ഡിസ്ട്രോയിഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ 1504. 1504 പോർച്ചുഗീസുകാരാണ് ഇത് ആക്രമിച്ചത്, അറ്റാക്ക് ചെയ്തത്. ഡ്യൂറിങ് ദി അറ്റാക്ക് ഓൺ ദ പോർട്ട് ഓഫ് കൊടുങ്ങല്ലൂർ ബൈ ലോപ്സോസോറി ദി അൽബർഗേറിയ എന്ന് പറയുന്ന വ്യക്തി. അൽബർഗേറിയ, ലോപ്പോസോറസ് ദി അൽബർഗേറിയ എന്ന വ്യക്തി പോർച്ചുഗീസുകാരനാണ് ചേരമാൻ പള്ളി ആക്രമിച്ചത്. ഇനി വളരെ എളുപ്പമുള്ള ചോദ്യം, നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിൽ നിന്ന് വന്ന ഒന്നാണ്. വിച്ച് ഫോർട്ട് ഈസ് കോൾഡ് ടിപ്പു ഫോർട്ട്? ടിപ്പു ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫോർട്ട് ഏതാണ്? പാലക്കാട് ഫോർട്ട്. ഇത് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഓ യെസ്, ഇത് മിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത്, ഓർമ്മ വന്നില്ലേ? അപ്പോൾ ഈ ഫോർട്ട് ടിപ്പു ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് പാലക്കാട് ഫോർട്ടാണ്. ഹു വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ഫൗണ്ടിങ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇതാണ് അടുത്ത ചോദ്യം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ആരാണ്? ആരായിരുന്നു നിർണായക പങ്ക് വഹിച്ചത്? ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫൗണ്ടഡ് ഇൻ 1664. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അതും ആരുടെ ഭരണകാലഘട്ടത്തില്? അണ്ടർ ദ റീൻ ഓഫ് ലൂയിസ്, ഒരു പ്രധാനപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരിയായ ലൂയിസ് 14 ഓഫ് ഫ്രാൻസ്. ലൂയിസ് 14 കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു വൺ വേർഡിന്റെ ക്വസ്റ്റ്യൻസ്. ഇനി എന്താണ് 2 മാർക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ. അപ്പോൾ ആ ഒരു മാർക്കിനനുസരിച്ച് മാത്രം നമുക്ക് ഉത്തരങ്ങൾ എഴുതിയാൽ മതി. എന്തായാലും ആ 2 മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും എന്തൊക്കെയാണ് എന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What were the major challenges faced by the medieval travelers in India? അതായത് ഇന്ത്യയിലെ മധ്യകാല സഞ്ചാരികൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? അതിനുത്തരം നമുക്ക് നോക്കാം. Medieval travelers, both foreign and Indian, who
journeyed through the Indian subcontinent during the Middle Ages faced a variety of difficulties due to geography, politics, culture, and safety concerns. Despite these challenges, many left behind valuable travelogues that provide insight into Indian society of time. So, ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താ? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ സഞ്ചരിച്ച വിദേശികളും ഇന്ത്യക്കാരും ഉൾപ്പെടുന്ന മധ്യകാലഘട്ടത്തിലെ യാത്രക്കാർക്ക് പ്രധാനമായിട്ടുള്ള തടസ്സം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും സുരക്ഷാ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ കാരണം നിരവധി ബുദ്ധിമുട്ടുകളാണ് അവരെ നേരിടേണ്ടി വന്നത്. ഈ വെല്ലുവിളികൾക്കിടയിലും അക്കാലത്തെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന വിലപ്പെട്ട യാത്രാ വിവരണങ്ങൾ പലരും അവശേഷിപ്പിച്ചു. അതായത് പലരും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത്തരം വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അവർ സന്ദർശിക്കുന്ന സമയത്ത് അവർ ഇന്ത്യയിൽ എന്താ കണ്ടത്, ഓക്കെ, ഇന്ത്യയിൽ കണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു, ഇന്ത്യൻ സമൂഹം എങ്ങനെയെല്ലാമായിരുന്നു, ഇതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഉത്തരം എഴുതുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യാന്നറിയോ? ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ എന്തെല്ലാമായിരുന്നു, അരക്ഷിതാവസ്ഥയും നിയമരാഹിത്യവും, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഇൻസെക്യൂരിറ്റി ആൻഡ് ലോവ്ലെസ്നെസ്, ആൻഡ് ഓൾസോ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്, ഭാഷാപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള തടസ്സങ്ങൾ, എക്കോണമിക് ചാലഞ്ച്, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മിഡീവൽ ട്രാവലേഴ്സ് അവര് യാത്ര ചെയ്യുമ്പോൾ നേരിട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇത്തരം പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം, പ്രിപ്പയർ എ ബ്രീഫ് റിപ്പോർട്ട് ഓൺ ഹരിദ്വാർ. ഹരിദ്വാറിനെ കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ലഘു റിപ്പോർട്ട് തയ്യാറാക്കുക. കാരണം 2 മാർക്കിന്റെ ചോദ്യമാണ്, ഒരുപാടൊന്നും വാരി വലിച്ച് എഴുതണ്ട, എഴുതുന്ന പോയിന്റ് കൃത്യമായ മതി. ഹരിദ്വാർ ലൊക്കേറ്റഡ് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിറ്റിയാണ് ഹരിദ്വാർ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഹോളിയസ്റ്റ് സിറ്റീസ് ഇൻ ഹിന്ദുയിസം. ഹിന്ദു മതത്തിന്റെ ഒരു വലിയ പുണ്യ കേന്ദ്രമായിട്ടാണ് ഹരിദ്വാറിനെ കാണുന്നത്. ഇറ്റ് ലൈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഗംഗ and is considered the gateway to the Char Dham pilgrimage. The name Haridwar means gateway of God. അതായത് ദൈവത്തിലേക്കുള്ള പാതയാണ് ഹരിദ്വാർ, അല്ലെ? ഹരിദ്വാർ, the gateway to God. Haridwar is one of the 7 sacred cities in Hinduism. ഹിന്ദു മതത്തിലെ 7 sacred cities ഉണ്ട്, അതിലൊന്നാണ് ഹരിദ്വാർ. According to legend, drops of Amrit fell here during the Samudra Manthan, making it spiritually powerful. അതായത് ഒരു ഇതിഹാസമാണ് അല്ലെങ്കിൽ ഒരു കഥയാണ്. ഈ അമൃതിന്റെ ഒരു തുള്ളി എന്താണ് സമുദ്രം കടയുന്ന സമയത്ത് ഒരു തുള്ളി ഹരിദ്വാറിൽ വീണെന്നും അങ്ങനെയാണ് ഹരിദ്വാർ ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ സിറ്റി ആയിട്ട്, ഒരു റിലീജിയസ് സിറ്റി ആയിട്ട് മാറിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഹരിദ്വാർ ഹിന്ദു മതത്തിലെ ഏറ്റവും പുണ്യ നഗരങ്ങളിൽ ഒന്നാണ്. ഗംഗാ നദിയുടെ തീരത്താണ് ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ചാർധാം തീർത്ഥാടനത്തിലേക്കുള്ള കവാടമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഹരിദ്വാർ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിലേക്കുള്ള കവാടം. ഇവിടെ ഹരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവമാണ്. ഹിന്ദു മതത്തിലെ 7 പുണ്യ നഗരങ്ങളിൽ ഒന്നായിട്ടാണ് ഹരിദ്വാർ അറിയപ്പെടുന്നത്. അങ്ങനെ ആ ചോദ്യത്തിന്റെ ഉത്തരവ് നമ്മൾ ക്ലിയർ ചെയ്തു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ട്? തിരുച്ചിറപ്പള്ളി അതായത് തൃച്ചിനാപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന റോക്കിനെ കൊണ്ടുണ്ടാക്കിയ ഫോർട്ടിന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ നമ്മൾ ആദ്യം തിരുച്ചിറപ്പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്ന് പഠിക്കണം. തിരുച്ചിറപ്പള്ളി പാറക്കോട്ടയുടെ പ്രാധാന്യം എന്താണ് എന്ന് വ്യക്തമാക്കുക എന്നായിരുന്നു ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. The Tiruchirappalli Rock Fort is a historical and religious site located in Tiruchirappalli or Trichy, Tamil Nadu. It is built on a massive rock that rises 83 meters above the surrounding city and is one of the most prominent landmarks in this region. The fort has been strategic military stronghold since ancient time. ഇതാണ് നോക്കേണ്ടത്.
സൈനികപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കോട്ടയായിരുന്നു അത്. ഇറ്റ് വാസ് റൂൾഡ് ആൻഡ് ഫോർട്ട് ഓവർ ബൈ മെനി പവേഴ്സ് ഇൻക്ലൂഡിംഗ് പല്ലവാസ്, ചോളാസ്, നായകാസ്, വിജയനഗർ എംപയർ ആൻഡ് ദി ലേറ്റർ ബ്രിട്ടീഷ്. ഒരുപാട് ആളുകൾ, ഒരുപാട് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ ഒരു ഫോർട്ട്, ഈ ഒരു ഏരിയ ഭരിച്ചിരുന്നു. അതിൽപ്പെടുന്നവരാണ് പല്ലവാസും ചോളാസും നായകാസും വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികളും പിന്നീട് ഒരു ആധുനിക യുഗത്തിലേക്ക് വന്നപ്പോൾ ബ്രിട്ടീഷുകാരും. ഇറ്റ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഡ്യൂറിംഗ് ദ കർണാട്ടിക് വാർ. കർണാട്ടിക് യുദ്ധം നടക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട റോള് പങ്കുവഹിച്ച ഒരു പ്രദേശമായിരുന്നു, ഒരു ഫോർട്ടായിരുന്നു ഇത്, ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ 18th century. കാരണം 18ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഇടയിൽ കർണാട്ടിക് വാർ നടക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ തൃച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരവും മതപരവുമായ സ്ഥലമാണ് തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ട്. പലപ്പോഴും ഇത് റോക്ക് ഫോർട്ട് ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ചുറ്റുമുള്ള നഗരം, ഇപ്പൊ തൃച്ചിനപ്പള്ളി എന്ന നഗരത്തിൽ നിന്ന് 83 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂറ്റൻ പാറയിലാണ് ഈ ഫോർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നാണിത്, പ്രധാനപ്പെട്ട ഭാഗം. പുരാതന കാലം മുതൽ തന്നെ ഈ കോട്ട ഒരു തന്ത്രപ്രധാനമായ സൈനിക ശക്തി കേന്ദ്രമായിരുന്നു. പ്രാചീന കാലഘട്ടത്തിൽ തന്നെ ഒരു സൈനിക ശക്തി കേന്ദ്രമായിരുന്നു ഈ കോട്ട. പല്ലവർ, ചോളർ, നായകർ, വിജയനഗര സാമ്രാജ്യം, പിന്നീട് ബ്രിട്ടീഷുകാർ എന്നിവരുൾപ്പെടെ നിരവധി ശക്തികൾ ഇത് ഭരിക്കുകയും കീഴടക്കുകയും ചെയ്തിരുന്നു. 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള കർണാട്ടിക് യുദ്ധങ്ങളിൽ ഇതൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കോട്ട പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും 2 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് ബ്രീഫ്ലി എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രീഫ്ലി നരേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ചുരുക്കി വിവരിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചുരുക്കി എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ദ കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ ലൊക്കേറ്റഡ് ഇൻ കൊടുങ്ങല്ലൂർ ഇൻ തൃശൂർ ഡിസ്ട്രിക്ട്, കേരള. കേരളത്തിലെ തൃശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ആൻഷ്യന്റ് ആൻഡ് പവർഫുൾ ടെമ്പിൾ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് പഴക്കം ചെന്നതും വളരെ ശക്തവുമായിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തി നേടിയെടുത്ത ഒരു ടെമ്പിൾ ആണ്. ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഭഗവതി ആൻഡ് ഹോൾഡ്സ് ഡീപ്പ് റിലീജിയസ്, കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഡ്യൂറിംഗ് ദ ഫെസ്റ്റിവൽ. ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് വെളിച്ചപ്പാട്സ് എൻ്റർ ട്രാൻസസ് ആൻഡ് പെർഫോം റിച്വൽസ് ദാറ്റ് ഇൻക്ലൂഡ് ബ്ലഡ് ഓഫറിങ്സ് ആൻഡ് സ്വോർഡ് ഡാൻസിങ് റിഫ്ലക്റ്റിംഗ് ആൻഷ്യന്റ് ട്രഡീഷൻസ്. അപ്പോൾ ഒരുപാട് പഴയ കാലത്തെ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനവും ശക്തവുമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ വളരെ പുരാതനവും ശക്തവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഭഗവതി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാളി അല്ലെങ്കിൽ ദുർഗാദേവി. സമർപ്പിച്ചിരിക്കുന്ന ഇത് ആഴത്തിലുള്ള മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായി പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഉത്സവവേളയിൽ, ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയത്ത് വെളിച്ചപ്പാടുകൾ മയങ്ങുകയും പുരാതന പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രക്തദാനവും വാൾ നൃത്തവും, അതാണ് സ്വോർഡ് ഡാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, വാൾ നൃത്തവും, അതായത് ഈ അരിവാളൊക്കെ കൊണ്ടുള്ള നൃത്തവും ഉൾപ്പെടെയുള്ള, അരിവാളല്ല അതുപോലെ നൃത്തവും ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ആ ചോദ്യത്തിനുള്ള ഉത്തരവും ക്ലിയർ ചെയ്തു. അടുത്തത് ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിനെ കുറിച്ച് വളരെ ചുരുക്കി വിവരിക്കുക. നമ്മൾ നേരത്തെ അമീർ ഖുസ്രു എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ആരാണ് തബല കണ്ടുപിടിച്ചത്? അതിന്റെ ഉത്തരമായിരുന്നു അമീർ ഖുസ്രു. അപ്പൊ ആ അമീർ ഖുസ്രുവിനെ കുറിച്ച് ഒന്ന് വിവരിക്കാനാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമീർ ഖുസ്രു വാസ് റിനോവ്ഡ് പോയറ്റ്, സ്കോളർ, മ്യൂസീഷ്യൻ ആൻഡ് സൂഫി മിസ്റ്റിക് ഇൻ മിഡീവൽ ഇന്ത്യ. മധ്യകാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു, ഒരു സൂഫി വര്യനായിരുന്നു അമീർ ഖുസ്രു. ഹി സെർവ്ഡ് ഇൻ ദ കോർട്സ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഇന്ത്യയിൽ ഒരുപാട് ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട്. ഈ ഭരണാധികാരികളിൽ ആരുടെ കൊട്ടാരത്തിലായിരുന്നു അമീർ ഖുസ്രു
ജീവിച്ചിരുന്നത്? ആരുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു അമീർ ഖുസ്രു ജീവിച്ചിരുന്നത്? അതിന്റെ ഉത്തരമാണ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലുള്ള ഭരണത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു അമീർ ഖുസ്രു. ഹി ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ ആൻഡ് പാരറ്റ് ഓഫ് ഇന്ത്യ. ഉറുദു സാഹിത്യത്തിന്റെ പിതാവ് എന്നും ഇന്ത്യയുടെ തത്ത എന്ന പേരിലും അമീർ ഖുസ്രു അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സിത്താറും മറ്റൊന്ന് തബലയും. ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ രാഗാസ് ആൻഡ് ഹെൽപ്ഡ് ഷേപ്പ് ഖവാലി, എ ഫോം ഓഫ് സൂഫി ഡിവോഷണൽ സോങ്. അപ്പോൾ അമീർ ഖുസ്രു എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. മധ്യകാല ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു അമീർ ഖുസ്രു. പണ്ഡിതൻ, സംഗീതജ്ഞൻ, സൂഫി മിസ്റ്റിക് എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അമീർ ഖുസ്രു നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഈ വാദ്യോപകരണങ്ങളുടെ കണ്ടുപിടുത്തം. മാത്രമല്ല ഇന്ത്യയുടെ തത്ത, അതേപോലെ തന്നെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ, ഉറുദു സാഹിത്യത്തിന്റെ പിതാവ് എന്ന പേരിലും അമീർ ഖുസ്രു അറിയപ്പെടുന്നുണ്ട്. സംഗീതോപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. പുതിയ രാഗങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയും സൂഫി ഭക്തി സംഗീതത്തിന്റെ ഒരു രൂപമായ ഖവാലി രൂപപ്പെടുത്താൻ ഇത് സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അമീർ ഖുസ്രുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അപ്പൊ ഖവാലി എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂസിക്കൽ ഫോം അത് കണ്ടെത്തിയത് ആരാണ്? സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമീർ ഖുസ്രു എന്ന പോയറ്റ് ആയിരുന്നു. അടുത്ത ചോദ്യം, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഹർഷവർദ്ധനൻ. നമ്മൾ പഠിച്ചു കനൗജ് ഹുയാൻസാങ് ഭരിച്ചിരുന്ന സമയത്ത് കനൗജ് ഹുയാൻസാങ് സന്ദർശിച്ചിരുന്ന സമയത്ത് ആരായിരുന്നു ഭരിച്ചിരുന്നത്? ഇതല്ലേ നമ്മൾ പഠിച്ചേ? അപ്പൊ നമ്മൾ അതിന്റെ ഉത്തരം എന്താ എഴുതിയത്? അതിന്റെ ഉത്തരവായിരുന്നു ഹർഷവർദ്ധനൻ. ആ ഹർഷവർദ്ധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹർഷവർദ്ധന വാസ് എ പവർഫുൾ ആൻഡ് സെലിബ്രേറ്റഡ് റൂളർ ഓഫ് നോർത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ഏർലി 7th century. ഏകദേശം 7ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യയിലെ ശക്തനും പ്രശസ്തനുമായ ഒരു ഭരണാധികാരിയായിരുന്നു ഹർഷവർദ്ധനൻ. പുഷ്യപതി രാജവംശത്തിൽപ്പെട്ട അദ്ദേഹം കനൗജിലെ തലസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഭരിച്ചിരുന്നത്. He belonged to Pushyabudi dynasty and ruled from his capital at Kanauj. ഹർഷ വളരെ സഹിഷ്ണുതയുള്ളവനും ബുദ്ധമതത്തെ പിന്തുണച്ചവനുമായിരുന്നു. കനൗജ് അസംബ്ലി സംഘടിപ്പിക്കുകയും ചൈനീസ് ബുദ്ധ തീർത്ഥാടകനായ ഹുയാൻസാങ്ങിനെ പോലെ പണ്ഡിതന്മാരെ സംരക്ഷിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഇതൊക്കെ ഹർഷവർദ്ധനന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. കനൗജിൽ അദ്ദേഹം അസംബ്ലി സംഘടിപ്പിക്കുകയും ചൈനീസ് ബുദ്ധ തീർത്ഥാടകനായിട്ടുള്ള ചൈനയിൽ നിന്ന് മറ്റുള്ള ഹുയാൻസാങ്ങിനെ പോലുള്ള പണ്ഡിതന്മാരെ ഹർഷവർദ്ധനൻ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. അടുത്ത ചോദ്യം എന്താണ്? ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പാലക്കാട് ഫോർട്ട് ഇൻ കേരള ഹിസ്റ്ററി. കേരള ചരിത്രത്തിൽ പാലക്കാട് കോട്ടയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ കോട്ടയുടെ പ്രാധാന്യത്തെ വിവരിക്കുക. ഇതും നമ്മൾ നേരത്തെ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ പാലക്കാട് ഫോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ടിപ്പു ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫോർട്ട് ഏതാണ്? അതിന്റെ ഉത്തരമാണ് നമ്മൾ പാലക്കാട് ഫോർട്ട് എന്ന് പഠിച്ചത്. Palakkad Fort, also known as Tippu Fort, is a prominent historical monument located in Palakkad district, Kerala. കേരളത്തിലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടയാണിത്. ഇതിന് സൈനികപരമായിട്ടും തന്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും ഒരുപാട് പ്രസക്തിയുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ച് 18ാം നൂറ്റാണ്ടിൽ അല്ലേ, ദ ഫോർട്ട് വാസ് റീബിൽഡ് ആൻഡ് സ്ട്രെങ്തൻഡ് ഇൻ 1766. 1766 ഈ കോട്ട പുനർനിർമ്മിക്കുകയും ഒന്നുകൂടെ സ്ട്രോങ് ആക്കുകയും ചെയ്തു ബൈ ഹൈദർ അലി. ആരുടെ ഭരണകാലഘട്ടത്തിൽ? ഹൈദർ അലിയുടെ ഭരണകാലഘട്ടത്തിൽ. ഇറ്റ് സെർവ്ഡ് എ സ്ട്രോങ് മിലിറ്ററി ബേസ് ഫോർ ഹൈദർ അലി ആൻഡ് ലേറ്റർ for his son ടിപ്പു സുൽത്താൻ. യെസ്, ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ടുള്ള യുദ്ധങ്ങളിൽ ഹൈദർ അലിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനും ഇത് ശക്തമായ ഒരു സൈനിക താവളമായി. അപ്പോൾ മൈസൂർ ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താനും ഹൈദർ അലിയും അവരുടെ ഒരു
അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായിരുന്നു ഈ പറയുന്ന പാലക്കാട് ഫോർട്ട്. ടിപ്പുവിന്റെ കോട്ട എന്നും അറിയപ്പെടുന്ന പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിന്റെ ഭൂതകാലത്തിൽ പ്രത്യേകിച്ച് 18-ാം നൂറ്റാണ്ടില് ഇതിന് വലിയ സൈനിക, തന്ത്രപരമായ, ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. മലബാറിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സൈനിക നീക്കത്തിന്റെ ഭാഗമായി മൈസൂർ ഭരണാധികാരിയായ ഹൈദർ അലി 1766 ഈ കോട്ട പുനർനിർമ്മിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധങ്ങളിൽ ഹൈദർ അലിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനും ഇത് ശക്തമായ ഒരു സൈനിക താവളമായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അടുത്ത ഒരു ചോദ്യമാണ്, മേക്ക് എ നോട്ട് ഓൺ വില്യം ഹോക്കിൻസ്. വില്യം ഹോക്കിൻസിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാം? വില്യം ഹോക്കിൻസ് വാസ് എൻ ഇംഗ്ലീഷ് സീ ക്യാപ്റ്റൻ ആൻഡ് ഡിപ്ലോമാറ്റ് ഹൂ പ്ലേഡ് എ കീ റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഏർലി റിലേഷൻസ് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് മുഗൾ എംപയർ ഡ്യൂറിംഗ് ദ 17th century. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില്, അപ്പൊ നമ്മൾ 17-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോവാണ്. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടും മുഗൾ സാമ്രാജ്യവും തമ്മിലുള്ള ആദ്യകാല ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ഇംഗ്ലീഷ് കടൽ ക്യാപ്റ്റൻ, സീ ക്യാപ്റ്റൻ ആയിരുന്നു, നയതന്ത്രജ്ഞനുമായിരുന്നു വില്യം ഹോക്കിൻസ്. 1608 മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അദ്ദേഹത്തെ അംബാസിഡർ ആയിട്ട് അയച്ചത്. കണ്ടോ, അപ്പൊ വില്യം ഹോക്കിൻസ് ഇന്ത്യയിലേക്ക് എത്തുന്നത് 1608 മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, പ്രതിനിധിയായിട്ട്, അംബാസിഡർ ആയിട്ടാണ് അയക്കുന്നത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാര് ഈ ഒരു അംബാസിഡർ ആയിട്ട് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. പ്രത്യേകിച്ച് സൂററ്റിൽ ഇംഗ്ലീഷ് ഫാക്ടറികൾ സ്ഥാപിക്കാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വില്യം ഹോക്കിൻസ് ഇന്ത്യയിൽ എത്തുന്നത്. അക്കാലത്ത് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ശക്തമായിരുന്ന പോർച്ചുഗീസ് സ്വാധീനത്തെ ചെറുക്കുക എന്നും കൂടി വില്യം ഹോക്കിൻസിന്റെ വരവിന് ഉണ്ടായിരുന്നു. അങ്ങനെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് 5 മാർക്കിന്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതെല്ലാമായിരുന്നു, അതിൽ നമ്മൾ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ വന്നു, അതിനെങ്ങനെയൊക്കെ ഉത്തരം എഴുതാം എന്ന് നോക്കാം. സോ ലെറ്റ്സ് മൂവിങ് ഓൺ ടു എ ഡിസ്കഷൻ ഓൺ ദ 5 mark questions and the first question is critically analyze the religious significance of Tirupati. തിരുപ്പതിയുടെ റിലീജിയസ് സിഗ്നിഫിക്കൻസിനെ ഒന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, വിമർശനാത്മകമായിട്ട് ഒന്ന് പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അറിയെങ്കിലും എഴുതാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ തിരുപ്പതി എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ആയിട്ടുള്ള, ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സെന്റർ ആണ് അല്ലെ. അതായത് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്തൊക്കെയായിരുന്നു, അങ്ങനെ ചെറുതാക്കി ഒരു 1 പേജിലൊക്കെ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് 5 മാർക്ക് പെട്ടെന്ന് തന്നെ വാങ്ങാൻ വേണ്ടി പറ്റും. തിരുപ്പതി ലൊക്കേറ്റഡ് ഇൻ ദി ചിറ്റൂർ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് റിവേർഡ് പിൽഗ്രിമേജ് സെന്റർ ഇൻ ഇന്ത്യ. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുപ്പതി ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അപ്പൊ ആന്ധ്രാപ്രദേശത്താണ് അല്ലെ. It is home to Tirumala Venkateshwara temple dedicated to Lord Venkateshwara, an incarnation of Lord Vishnu. അപ്പൊ ഈ ഒരു തിരുപ്പതി എന്ന് പറയുന്നത് ഏത് ഭഗവാനുമായിട്ട്, ഏത് ഗോഡുമായിട്ട്, ഏത് ഡേറ്റുമായിട്ട്, വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഭഗവാൻ വെങ്കടേശ്വരൻ. ഇവിടെ വെങ്കടേശ്വരൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന തിരുമല വെങ്കടേശ്വര ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ ഘട്ടത്തിന്റെ ഭാഗമായ തിരുമല കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തരെയാണ് ആകർഷിക്കുന്നത്. അതായത് അത്രയും ഭക്തരാണ് ഓരോ വർഷവും, ദശലക്ഷം ഭക്തരാണ് ഓരോ വർഷവും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. The temple is situated on Tirumala Hills, part of Eastern Ghats, and draws millions of devotees every year. Tirupati is one of the most important Vaishnava temples in India. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
പോയിന്റ് ആണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി. ലോർഡ് വെങ്കടേശ്വര is regarded as Kaliyuga Varada, the god who answers prayers in the current age. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി. ഭഗവാൻ വെങ്കടേശ്വരനെ കലിയുഗ വരദ എന്ന പേരിലാണ് വിളിക്കപ്പെടുന്നത്, കലിയുഗ വരദൻ എന്ന പേരിൽ. അപ്പൊ അഞ്ചാമത്തെ അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് കിട്ടേണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്നും അതിന്റെ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഭിംബേട്ക. ഭിംബേട്ക എന്ന ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ, ഹിസ്റ്റോറിക്കൽ സെന്ററിന്റെ പ്രാധാന്യം വളരെ ചുരുക്കി വിവരിക്കുക എന്നാണ് ചോദ്യം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാം? So let's have a discussion on it. ഭിംബേട്ക ഗുഹാശിലാശ്രയങ്ങൾ മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആദിമ മാനവ ജീവചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായിട്ട് മാറുന്നു. അതായത് ആൻഷ്യന്റ് ഹ്യൂമൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലൈക്ക് സ്മാരകങ്ങളിൽ ഒന്ന്, മോണ്യുമെന്റ്സിൽ ഒന്നാണ് ഏത്? ഭിംബേട്ക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ആദിമ മാനവ ജീവചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഭിംബേട്ക. പഴക്കമുള്ള, ഒരുപാട് പഴക്കമുള്ള മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് എവിഡൻസസ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഭിംബേട്കയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഭിംബേട്കയിലെ ഗുഹകൾ പാലിയോളിത്തിക് കാലം മുതൽ, അതായത് ശിലായുഗ കാലം മുതൽ മെസോളിത്തിക് കാലം വരെ നിലനിന്നിരുന്ന മനുഷ്യരുടെയും അവരുടെ ജീവിത ശൈലിയുടെയും തെളിവുകൾ നൽകുന്നുണ്ട്. ഏകദേശം ആദിമ ശിലായുഗ കാലഘട്ടം മുതൽ മധ്യശിലായുഗ കാലഘട്ടം വരെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് ഈ ഗുഹകളിൽ നിന്നും ലഭിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഭിംബേട്ക എന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. ഈ ചോദ്യം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടത്തിയതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗിവ് എ ബ്രീഫ് on Edward Terry. എഡ്വേർഡ് ടെറിയെ കുറിച്ചുള്ള ഒരു ചെറിയ രേഖാചിത്രം നൽകുക. ഇതാണ് ചോദ്യം. അപ്പോൾ എഡ്വേർഡ് ടെറി was an English chaplain and traveler who visited India in the early 17th century and is known for his detailed account of Mughal Empire by Emperor Jahangir. നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഏകദേശം 17th സെഞ്ചുറി ആരംഭിച്ചപ്പോൾ ഇന്ത്യ സന്ദർശിച്ച ഒരു ഇംഗ്ലീഷ് ചാപ്ലിൻ സഞ്ചാരിയായിരുന്നു എഡ്വേർഡ് ടെറി. അതായത് ഒരു പ്രധാനമായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലർജി വിഭാഗത്തിൽപ്പെട്ട, ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു സഞ്ചാരിയായിരുന്നു ഇദ്ദേഹം. ജഹാംഗീർ ചക്രവർത്തിയുടെ കീഴിലുള്ള മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചുള്ള വിശദമായ വിവരണം ഇദ്ദേഹം നൽകുന്നുണ്ട്. നമ്മൾ ട്രാവലോഗ്സിനെ കുറിച്ച് പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോൾ ഇന്ത്യ മുഗൾ രാജാവായ ജഹാംഗീർ ഭരിച്ച സമയത്ത് അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് എഡ്വേർഡ് ടെറി അദ്ദേഹത്തിന്റെ വർക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജെയിംസ് ഒന്നാമൻ രാജാവ് മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച ഇംഗ്ലീഷ് അംബാസഡർ ആയിട്ടുള്ള സർ തോമസ് റോയുടെ ചാപ്ലിൻ ആയിരുന്നു ഇദ്ദേഹം. 1616 ഇദ്ദേഹം ഇന്ത്യയിൽ എത്തിയത്. ടെറി വർഷങ്ങളോളം ആഗ്രയിലെ മുഗൾ കൊട്ടാരത്തിൽ താമസിക്കുകയും ഇന്ത്യൻ സമൂഹം, മതം, രാജകീയ ജീവിതം എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ 1655 അദ്ദേഹം പ്രസിദ്ധീകരിച്ച എ വോയേജ് ടു ഇന്ത്യ, എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ, വെറും ഇന്ത്യയല്ല, എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ എന്ന പേരിൽ ഒരു പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു പുറത്തിറക്കി. ഇത് ഇന്ത്യയുടെ സമൂഹം, പ്രത്യേകിച്ച് മുഗൾ രാജവംശ കാലഘട്ടം അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അന്നത്തെ സമൂഹത്തെ കുറിച്ച് അറിയാൻ ആളുകൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ. ഇത് എഴുതിയത് ആരാണ്? ഇത് എഴുതിയ വ്യക്തിയുടെ പേരാണ് എഡ്വേർഡ് ടെറി. അദ്ദേഹം ജഹാംഗീർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യ സന്ദർശിച്ചത്. അടുത്ത ചോദ്യം എന്താ?
പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ എടക്കൽ കേവ്. എടക്കൽ കേവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബ്രീഫ് നോട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം എടക്കൽ ഗുഹ നമ്മൾ വയനാട്ടിലേക്കൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറാറുണ്ട് എടക്കൽ ഗുഹ. ഈ എടക്കൽ ഗുഹ എന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിനെ ഡിസ്കസ് ചെയ്ത സമയത്ത് വയനാടിലെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് ആണ് എടക്കൽ ഗുഹ എന്നും, എടക്കൽ ഗുഹയിലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് നിയോളിത്തിക് സൈറ്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. നവീന ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്നതായിട്ട് ബന്ധപ്പെട്ട കുറെ എവിഡൻസസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം? ദ എടക്കൽ കേവ്സ് ആർ എ സിഗ്നിഫിക്കന്റ് ആർക്കിയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റ് ലൊക്കേറ്റഡ് ഇൻ വയനാട് ഡിസ്ട്രിക്ട് ഓഫ് കേരള, situated about 1200 meters above sea level on അമ്പുകുത്തി hills. അമ്പുകുത്തി മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. These caves are known for the prehistoric rock engravings. അപ്പം പ്രീ ഹിസ്റ്റോറിക് റോക്ക് എൻഗ്രേവിങ്സ് അല്ലെ, ഇപ്പൊ നിയോലിത്തിക് ഏജിലെ ജനങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഇത് എന്താണ്, പ്രീ ഹിസ്റ്റോറിക് റോക്ക് എൻഗ്രേവിങ്സ്. കാരണം ചരിത്രം നമ്മൾ എഴുതി തുടങ്ങുന്നതിന് മുൻപ് ആളുകൾ ഇങ്ങനെ ഒരുപാട് വരയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെ പല ചിത്രങ്ങളിലൂടെയും പല ചിഹ്നങ്ങളിലൂടെയായിരുന്നു. അപ്പൊ പ്രീ ഹിസ്റ്റോറിക് റോക്ക് എൻഗ്രേവിങ്സുമായി ബന്ധപ്പെട്ടിട്ട് എടക്കൽ ഗുഹകൾ വളരെ ഫേമസ് ആണ്. ദ കേവ്സ് ആർ നാച്ചുറൽ ക്ലെഫ്റ്റ്സ് ഓർ ഫിഷേഴ്സ് ഇൻ എ ലാർജ് റോക്ക്, നോട്ട് മാൻ മെയ്ഡ്. അത്തരത്തിൽ ഈ കേവ് എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനുണ്ടാക്കിയതല്ല, അത് സ്വാഭാവികമായിട്ടും രൂപം കൊണ്ടതാണ് എടക്കലിലുള്ള ഇത്തരത്തിലുള്ള ഗുഹകൾ. കണ്ടെയ്ൻ പിക്ടോറിക്കൽ റൈറ്റിംഗ്സ് ആൻഡ് എൻഗ്രേവിംഗ്സ് ബിലീവ്ഡ് ടു ഡേറ്റ് ഫ്രം 6000 BC to 1000 BC, covering the Neolithic and Megalithic period. And also the carvings, the carvings include human figures, animals, tools, symbols and scripts, offering insights into prehistoric human and their culture. ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഗുഹയല്ല എടക്കൽ ഗുഹ. ഒരു വലിയ പാറയിലെ സ്വാഭാവിക പിളർപ്പുകളോ വിള്ളലുകളോ ആണ് എടക്കൽ ഗുഹയായിട്ട് വന്നത്. 1890 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ഫ്രെഡ് ഫോസ്റ്റ് ആണ് ഇത് കണ്ടെത്തിയത് അല്ലെ. ഈ ഒരു ഗുഹ നിയോലിത്തിക് മെഗാലിത്തിക് കാലഘട്ടങ്ങളെ ഉൾക്കൊള്ളുന്ന BC 6000 മുതൽ 1000 വരെയുള്ള കാലഘട്ടത്തിലെ ചിത്രരചനകളും കൊത്തുപണികളും, അതാണ് ഈ ഗുഹ സന്ദർശിക്കാൻ വേണ്ടി പോയാലുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഒരുപാട് ചിത്രരചനകളും കൊത്തുപണികളും നമുക്ക് ഈ ഗുഹകളിൽ നിന്നും കാണാൻ സാധിക്കും. ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, ഉപകരണങ്ങൾ, ചിഹ്നങ്ങൾ, ലിപികൾ എന്നിവ ഈ കൊത്തുപണികളിൽ ഇവര് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഈ ചിത്രങ്ങളിൽ മനുഷ്യന്മാരെ കുറിച്ചും ചിഹ്നങ്ങളെ കുറിച്ചും മനുഷ്യരൂപങ്ങളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കും. അടുത്ത ചോദ്യം എന്താണ്? ഹൗ ഡസ് ബേക്കൽ ഫോർട്ട് ഹെൽപ്പ് ടു റീകൺസ്ട്രക്ട് ഹിസ്റ്ററി ഓഫ് കേരള? കേരളത്തിലെ ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ, പുനർനിർമ്മിക്കുന്നതിൽ കാസർഗോഡുള്ള ബേക്കൽ ഫോർട്ട് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ എന്നറിയോ? ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ കേരളയിൽ നമ്മൾ കാസർഗോഡ് ബേക്കൽ ഫോർട്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. സോ ബേക്കൽ ഫോർട്ട് ലൊക്കേറ്റഡ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ബെസ്റ്റ് പ്രിസർവ്ഡ് ഫോർട്ട്സ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിൽ ഒന്നാണിത്. Built in the 17th century, it plays a vital role in helping historians understand the military, political and architectural history of Kerala. മിലിറ്ററി ആർക്കിടെക്ചർ ആൻഡ് ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ചോദ്യത്തിൽ എഴുതാം. കാരണം ഇതിൻ്റെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ, കേരളത്തിന്റെ ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ഇതിന്റെ പ്രാധാന്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട സംസ്ഥാനത്തെ ഏറ്റവും വലുതും ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടതുമായ കോട്ടകളിൽ ഒന്നാണ്. 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇത് ചരിത്രകാരന്മാർക്ക് കേരളത്തിന്റെ സൈനിക, രാഷ്ട്രീയ, വാസ്തുവിദ്യാ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നതിൽ വളരെ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക്
കേരളത്തിന്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ ബേക്കൽ ഫോർട്ട് എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണല്ലോ പറഞ്ഞത്. ഇപ്പം സൈനിക വാസ്തുവിദ്യയും പ്രതിരോധ സംവിധാനവും, അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ ചരിത്രം, വാണിജ്യം, തീരദേശ സമ്പദ് വ്യവസ്ഥ, സാംസ്കാരിക വാസ്തുവിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു പേജ് കംപ്ലീറ്റ്ലി എഴുതാനുണ്ട്. അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആൻസറിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് 5 മാർക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. അടുത്ത ചോദ്യം, ബ്രീഫ്ലി നരേറ്റ് ദ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ശബരിമല. ശബരിമലയുടെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പം ശബരിമല എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെന്റർ ആണ്, ഒരു ഏരിയ ആണ്. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ, അല്ലെ, ഇപ്പം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്ന് എടുത്തു പറയാൻ വേണ്ടി പറ്റും. കാരണം കേരള സംസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും പല സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ടുള്ള ആളുകൾ ശബരിമല സീസണിൽ എത്തിച്ചേരാറുണ്ട്. അപ്പൊ അത്രയും ഐക്യം നിലനിർത്തുന്ന ഒരു ഏരിയ കൂടിയാണത്. ശബരിമല ലൊക്കേറ്റഡ് ഇൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഓഫ് കേരള ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് ഹിന്ദു പിൽഗ്രിമേജ് സെന്റർ ഇൻ ഇന്ത്യ. It is dedicated to Lord Ayyappa, a deity believed to embody the celibacy, dharma and unity. റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഇമ്പോർട്ടൻസ്. അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇതിന്റെ മതപരമായിട്ടുള്ള, അതിന്റെ സാംസ്കാരികപരമായിട്ടുള്ള പ്രാധാന്യം, ഇതിന്റെ ഒരു പിൽഗ്രിമേജ് ട്രഡീഷൻ, ഇതിന്റെ ഒരു തീർത്ഥാടന പാരമ്പര്യം എങ്ങനെയാണ് ശബരിമല യൂണിറ്റിയുടെയും ഈക്വാലിറ്റിയുടെയും സിംബലായിട്ട് മാറുന്നത്, ഈ ട്രൈബൽ വേദിക് ട്രഡീഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ, അതായത് കൂട്ടി യോജിപ്പിക്കുന്നതിൽ ശബരിമലയുടെ പ്രാധാന്യം എന്താണ്, റിച്വൽസ് ആൻഡ് പ്രാക്ടീസസ്, അവർ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ എന്തെല്ലാമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബ്രഹ്മചര്യം, ധർമ്മം, ഐക്യം എന്നിവയുടെ പ്രതീകമായി വിശ്വസിക്കപ്പെടുന്ന ഭഗവാൻ അയ്യപ്പന് സമർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇത്. മതപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യം ഇതിനെക്കുറിച്ച് എഴുതാം. തീർത്ഥാടന പാരമ്പര്യം എഴുതാം. ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രതീകമായിട്ട് ശബരിമല എങ്ങനെയാണ് മാറുന്നത് അതും എഴുതാം. ഗോത്രവേദ പാരമ്പര്യങ്ങളുടെ സംയോജനം ശബരിമലയിലൂടെ എങ്ങനെ സാധ്യമാകുന്നു, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തെല്ലാമാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 5 മാർക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ 5 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ, അതായത് ദ മേജർ പാർട്ട് ഓഫ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ. 10 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് എഴുതിയാൽ മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ, അല്ലെ? അപ്പൊ 10 മാർക്കിന്റെ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം എന്താ? ബ്രീഫ്ലി ഡിസ്കസ് ദ മുഗൾ ട്രാവലോഗ്സ് ആൻഡ് ദെയർ ഡെപിക്ഷൻ ഓഫ് പൊളിറ്റി, എക്കോണമി ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യ. അതായത് മുഗൾ യാത്രാ വിവരണങ്ങളെ കുറിച്ചും അവ ഇന്ത്യയുടെ രാഷ്ട്രീയം, സമ്പദ് വ്യവസ്ഥ, സാംസ്കാരിക വശങ്ങളെ കുറിച്ചുള്ള ചിത്രീകരണത്തെക്കുറിച്ചും സംക്ഷിപ്തമായി ചർച്ച ചെയ്യുക. മുഗൾ യാത്രാ വിവരണത്തെക്കുറിച്ചും, മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന യാത്രാ വിവരണങ്ങൾ, ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ, സമ്പദ് വ്യവസ്ഥ, സാംസ്കാരിക വശങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അതിനെ വളരെ ചുരുക്കി, അതിനെ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാനാ പറഞ്ഞ. കുറേ എഴുതാനുണ്ടാവും. അപ്പൊ നമ്മൾ മാർക്കിനനുസരിച്ച് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം? അപ്പൊ ആദ്യം മുഗൾ പീരീഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യാം. ഫോറിൻ ട്രാവലേഴ്സ് ഒക്കെ ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു എന്നുള്ളതും, ആ കാലഘട്ടത്തിൽ സന്ദർശിച്ചിരുന്ന വിദേശ യാത്രകർ അല്ലെങ്കിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതി, സാമ്പത്തിക വ്യവസ്ഥിതി, സാംസ്കാരിക ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. പ്രധാനമായിട്ടും അന്ന് സന്ദർശിച്ചിരുന്ന യാത്രക്കാര് ഈ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് പോലെയുള്ള ഭരണാധികാരികളുടെ കാലഘട്ടത്തിലെ ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഉത്തരം എഴുതല്ല, വിവരിച്ചിട്ടുണ്ട്. സോ ദ റൈറ്റേഴ്സ് ലൈക്ക് സർ തോമസ് റോ, ഫ്രാങ്കോയിസ് ബേർണർ, അതേപോലെ തന്നെ ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പവർ ആൻഡ് ഗ്രാൻഡർ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ബേർണിയറും അതിൽ പെടും. അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇന്ത്യ സന്ദർശിച്ചിരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം, അല്ലെ? ഇന്ത്യയിലെ മുഗൾ കാലഘട്ടം 16 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകളിലായിട്ടാണ്
വ്യാപിച്ചു കിടക്കുന്നത്. നിരവധി വിദേശ സഞ്ചാരികളെയും നയതന്ത്രജ്ഞരെയും വ്യാപാരികളെയും മിഷണറിമാരെയും ഈ കാലഘട്ടം ആകർഷിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലെ ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ച് അവരുടെ യാത്രാ വിവരണങ്ങൾ സമ്പന്നമായ വിവരണങ്ങളാണ് നൽകുന്നത്. മുഗൾ ഇന്ത്യയുടെ രാഷ്ട്രീയം, സമ്പദ് വ്യവസ്ഥ, സാംസ്കാരിക വശങ്ങൾ എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകളാണ് ഈ രചനകൾ നമുക്ക് നൽകുന്നത്. അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് തുടങ്ങിയ ചക്രവർത്തിമാരുടെ കീഴിലുള്ള കേന്ദ്രീകൃത രാജവാഴ്ചയെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട്. ജഹാംഗീറിന്റെ ബ്രിട്ടീഷ് ദൂതനായിരുന്ന സർ തോമസ് റോ, ഔറംഗസേബിന്റെ കൊട്ടാരത്തിലെ ഫ്രഞ്ച് വൈദ്യനായിട്ടുള്ള ഫ്രാങ്കോയിസ് ബർണിയർ തുടങ്ങിയ എഴുത്തുകാര് മുഗൾ ചക്രവർത്തിമാരുടെ ശക്തിയെയും മഹത്വത്തെയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്തിരുന്നു. ഇനി 10 മാർക്കിന്റെ ചോദ്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവാലുവേറ്റ് ദ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്. ഇതും ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷനിൽ പ്രധാനമായിട്ടും പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാം. ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഏതാണ്? ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ, കേരളത്തിലെ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ള ചോദ്യങ്ങൾ വരാം എന്ന ഒരു സാധ്യതയെ കുറിച്ചിട്ട് അല്ലെ, പോസിബിലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് ഓർത്ത് വെച്ച കുട്ടികൾ, അത് പഠിച്ചു വെച്ച കുട്ടികളാണ് എന്നാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്തായാലും ആ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഇന്ത്യ ഇസ് ഹോം ടു എ റിച്ച് tapestry of historical destinations, each offering insights into the country diverse heritage, architectural evolution and cultural continuity. Architectural evolution and cultural continuity. അപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പൈതൃകം, വാസ്തുവിദ്യ പരിണാമം, സാംസ്കാരിക തുടർച്ച എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ചരിത്രപരമായ നിരവധി സ്ഥലങ്ങളുടെ നാടാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സൈറ്റുകൾ ഇന്ത്യയിലുണ്ട്. ഈ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്ന, ചരിത്ര പ്രാധാന്യം വിവരിക്കുന്ന, ആവിഷ്കരിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ വിവരിച്ച് എഴുതിയാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഹംപിയെ കുറിച്ച് എഴുതാം, കർണാടകയിലെ ഹംപി. ഖജുരാഹോ ക്ഷേത്രങ്ങൾ, ഖജുരാഹോ ടെമ്പിൾസിനെ കുറിച്ച് മധ്യപ്രദേശിലുള്ള അജന്ത എല്ലോറ ഗുഹകൾ, മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ ഗുഹകളെ കുറിച്ച് എഴുതാം. കൊണാർക്ക് സൂര്യ ക്ഷേത്രം, കൊണാർക്ക് സൺ ടെമ്പിളിനെ കുറിച്ച്, ഒഡീഷയിലെ കൊണാർക്ക് സൺ ടെമ്പിൾസിനെ കുറിച്ച് എഴുതിയാൽ, ഇങ്ങനെയുള്ള സൈറ്റുകളും അതിന്റെ പ്രാധാന്യമൊക്കെ എഴുതിയാൽ നമുക്ക് ഈ 10 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ പറയണമെന്നൊക്കെ ചോദിച്ചാൽ എളുപ്പത്തിൽ തന്നെ പറയും, ബിക്കോസ് ഞാൻ ഓൾറെഡി എന്താണ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസും അതിന് എങ്ങനെ ആൻസർ ചെയ്യാം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെടുത്ത സെഷൻസ് യൂസ്ഫുൾ ആയിരുന്നു അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം ഒരു പേപ്പറിൽ നിന്നും. പ്രത്യേകിച്ച് ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ടൂറിസം പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി നല്ല മാർക്ക് കിട്ടട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. നന്നായിട്ട് പഠിച്ചെഴുതിയ കുട്ടികളാണെങ്കിൽ നല്ല മാർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സോ താങ്ക് യു സോ മച്ച്.